ദ വോയിസ് ഓഫ് ഇടുക്കിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ചധികം ദിവസമായിട്ട് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും എന്നുള്ള നേരം കിട്ടിയില്ല. അപ്പോൾ ഇന്നൊരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പം കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഞാൻ കുറച്ച് ചെടി അതിൻ്റെ അകത്ത് നട്ടു വെച്ചിട്ടുണ്ട്. ജപ്പോണിക്കയുടെ കുറച്ച് പ്ലാന്റ് റീപോർട്ട് ചെയ്തപ്പോൾ അതെല്ലാം കൂടെ ഒരു പോട്ടിൽ നട്ടു വെച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ട് ഇത്രയും വെള്ളമുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തൊരു കിളി വെള്ളം കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പം കിളിയൊക്കെ പറന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം, നല്ല വെയിലല്ലേ, അപ്പം അവർക്കും വെള്ളം കുടിക്കാനുള്ളൊരു സൗകര്യമൊക്കെ ആയിക്കോട്ടെ എന്നോർത്ത് ഞാൻ അതായത് കുറച്ച് വെള്ളവും കൂടെ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. മിക്ക ദിവസവും ഇപ്പോൾ അങ്ങനെ കിളികൾ വരാറുണ്ട് കേട്ടോ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട്. നല്ല ചൂടായില്ലേ, നമുക്കിടയ്ക്ക് അത്യാവശ്യം നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ദിവസങ്ങളൊക്കെ നല്ല മഴക്കാറുണ്ട് കേട്ടോ. പക്ഷെ മഴയൊന്നും ഇതുവരെ അങ്ങ് കിട്ടിയിട്ടില്ല. മഴയൊന്നും പെയ്തിട്ട് വേണം കുറച്ച് തേങ്ങ ഉള്ളതൊന്ന് പൊട്ടിച്ച് ഉണക്കാൻ വേണ്ടി വയ്ക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ തവണ തേങ്ങ പൊട്ടിച്ചാലും മഴയാണ് കേട്ടോ. ഇതവിടെ വൈറ്റ് ആയിട്ട് സൂസിൻ്റെ പ്ലാന്റാണ്, ബ്ലാക്ക് ആയിട്ട് സൂസിൻ്റെ വൈറ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റബ്ബർ ഷീറ്റ് പുകയ്ക്കാനുണ്ട് കേട്ടോ. ഇത്തവണത്തെ ആദ്യത്തെ പുകയ്ക്കലാണ്. അപ്പോൾ ഞാൻ ഷീറ്റൊക്കെ എടുത്ത് നമ്മുടെ റബ്ബർ ഷീറ്റ് പുകയ്ക്കുന്ന ഒരു പെരയുണ്ട് കേട്ടോ, പുകപ്പുര. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കൊണ്ടുപോയിട്ടിട്ടാണ് നമ്മളിതെല്ലാം ഷീറ്റെല്ലാം ഒന്ന് പുകച്ചെടുക്കുന്നത്. അപ്പോൾ എന്താണ് ഈ മാസ്ക് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെടുക്കുമ്പോൾ ഉള്ള പൊടിയും ഇതൊക്കെ കാരണമാണ് കേട്ടോ. പൊടിയൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഇത്തിരി ചീറ്റലും തുമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് മാസ്ക് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിത് തുറന്നു. ഇത്തവണത്തെ ആദ്യത്തെ പുകയ്ക്കുന്നതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒന്ന് പുകപ്പുരയൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് കരിയൊക്കെ ഒന്ന് അടിച്ചു വാരി കളഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് വരുന്ന ഒരു 3 നിര നമുക്ക് ഷീറ്റ് ഇങ്ങനെ ഇടാം കേട്ടോ. ഇത് പഴയ ഷീറ്റ് കിടന്നാണ്. അപ്പം നല്ല ബ്ലാക്ക് കളറിലാണ്, ഉണങ്ങി നല്ല ബ്ലാക്ക് കളറിൽ നമ്മുടെ ഷീറ്റ് ആയി കിട്ടണം. ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആസ്പെറ്റോസിൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ. അതിങ്ങനെ ഒരു കമ്പി കൊണ്ട് ഫ്രെയിം അടിച്ചിട്ട് ഷീറ്റ് വെച്ചിട്ട് പിന്നെ നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് എത്ര ഷീറ്റ് 4 ഷീറ്റ് ആയിട്ടില്ല കേട്ടോ. നന്നായിട്ട് ഉണങ്ങി നല്ല ബ്ലാക്ക് കളറിലായിട്ടുള്ള ഷീറ്റാണ് 4 ഷീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ആക്കിയെടുക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളൊക്കെ ചിലപ്പോൾ കടകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇരിക്കുന്നതൊക്കെ. അപ്പോൾ ഇതെന്താണ് ചിലപ്പോൾ പത്രത്തിലും അല്ലെങ്കിൽ മാർക്കറ്റ് കമ്പോളൊക്കെ പറയുമ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും 4 ഷീറ്റിൻ്റെ റേറ്റ് എന്ന്. അപ്പോൾ എങ്ങനെയാണ് ഈ 4 ഷീറ്റ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് ആക്കിയെടുക്കുന്നത് എന്നാണ് കേട്ടോ. ഈ കാണുന്ന ഫസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും നല്ല ക്വാളിറ്റി വരുന്ന ഷീറ്റാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ അടിയിലിങ്ങനെ കുറച്ച് നമ്മൾ ഇരുമ്പിൻ്റെ കുറച്ച് പാളികളൊക്കെ വെച്ചിട്ടുണ്ട് ചെറുത്. അതൊക്കെ നമ്മളങ്ങനെ ചേച്ചെടുത്തേക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഷീറ്റ് ഇടാൻ വേണ്ടി പോകുവാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ റബ്ബർ ഷീറ്റ് ഉള്ളവരൊക്കെ പുകയ്ക്കുന്നത്? നമ്മളിവിടെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു കമ്പയിലേക്ക് നമ്മുടെ ഷീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ അഴയിലൊക്കെ തുണി ഉണക്കാനിട്ടിടില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു നിരയിൽ 8 എണ്ണമാണ് നമ്മൾ ഇടാറുള്ളത്. പിന്നെ ഷീറ്റൊക്കെ കൂടുതലുള്ള ടൈമിലാണെങ്കിൽ ഒരു നിരയിൽ 10 എണ്ണം വെച്ചിടും. അങ്ങനെ ഒരു നിരയിൽ 3 സെറ്റായിട്ടിടാം കേട്ടോ. അപ്പോൾ 2 സൈഡിലിടാം. അപ്പോൾ ആകെ 10 എണ്ണമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 60 ഷീറ്റൊക്കെ നമുക്കൊരു ടൈമിൽ ഇടാം കേട്ടോ. അതൊക്കെ ഒരുപാട് ഷീറ്റ് വരുമ്പോഴാണ് കേട്ടോ നമ്മൾ പകുതിക്കാണ് ഷീറ്റ് നമ്മുടെ റബ്ബർ തോട്ടം വെട്ടുന്നത്. അപ്പം നമുക്ക് കിട്ടുന്നതിൻ്റെ പകുതി ഷീറ്റ് വെട്ടുന്ന ചേട്ടനും ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് വെട്ടുന്നത്. അപ്പോൾ ഷീറ്റെല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കുവാണ്. ഒരു 3-4 ദിവസം നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ ഷീറ്റ് എടുത്ത് തിരിച്ചിടും. നമ്മൾ ഈ തുണിയൊക്കെ ഉണക്കാനായിട്ട് ഒരു സൈഡ് ഇട്ട് കഴിയുമ്പോൾ നരച്ചു പോകുന്നതൊക്കെ മറ്റേ സൈഡ് മറിച്ചിടില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ നിരയിലും ഷീറ്റ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ആദ്യം താഴെ നിന്നാണ് കേട്ടോ ഇടുന്നത്. ഇനി അടുത്ത സെക്ഷൻ ഇടാൻ വേണ്ടി എന്ന് വെച്ചാൽ ഇതൊന്നും ആയി കഴിയുമ്പോൾ ഇത് മറിച്ചിട്ട് കഴിയുമ്പോൾ ഇത് മുകളിലത്തെ നിരയിലേക്ക് ഇടും, താഴെ നേരം പുതിയ ഷീറ്റുകൾ ഇടും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. കാരണം പുക ആദ്യം താഴേക്കല്ലേ ആദ്യം കൂടുതൽ കെട്ടുക, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷീറ്റെല്ലാം ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം ഞാൻ പഴയ ഷീറ്റ് മുകളിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിരയായിട്ട് നമ്മൾ ഷീറ്റുകളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സൈഡ് ഇതിട്ടു, ഈ ഒരു സൈഡിലൊന്നും ഇട്ടില്ല. പിന്നെ താഴെ സൈഡിലും ഇട്ട് കേട്ടോ. ഒരു സൈഡ് അങ്ങ് തീർത്തിട്ടിട്ട് താഴെ സൈഡിലേക്കും നമ്മൾ ചെയ്തു. അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചിട്ട് നമുക്ക് പുകയ്ക്കണം. അപ്പോൾ ഇതിങ്ങനെ 2 വാതിലായിട്ടാണ് കേട്ടോ. അത് നമ്മൾ അടച്ചിട്ട് വേണം. അപ്പോൾ ഈ കമ്പൊക്കെ ഒന്ന് എടുത്ത് മാറ്റട്ടെ.
തീയൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് കത്തിപ്പോയിട്ടോ, ഭയങ്കരമായിട്ട് പുകയാണ് നിൽക്കാൻ പാടുള്ളൂ. ഭയങ്കരമായിട്ട് തീ കത്തിയിട്ടുണ്ടെങ്കിൽ ഈ കമ്പിയുടെ മുകളിൽ നിന്നൊക്കെ തീ കയറിയിട്ട് ഷീറ്റിന് തീ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ ഒറ്റ കത്തലായിരിക്കും. പിന്നെ ഫയർഫോഴ്സിനെ വിളിക്കാം. പലയിടത്തും കേട്ടിട്ടുണ്ട് കേട്ടോ, പുകപ്പരയ്ക്ക് തീ പിടിച്ച് ഫയർഫോഴ്സ് വന്ന് തീ അണച്ചു എന്നൊക്കെ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് തീ കത്തിച്ചിട്ടാണ് കേട്ടോ അതിന് പുകഞ്ഞ് നിൽക്കുക. ചകിരിയെ പോലെയുള്ള സംഭവങ്ങളാണ് കൂടുതലല്ല. കുറച്ച് കരികില ഇട്ടിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചെതുക്കിച്ച മുട്ടി, തെങ്ങിൻ്റെയൊക്കെ ചെതുക്കിച്ച മുട്ടികൾ, അങ്ങനെയുള്ള തടി കഷ്ണങ്ങൾ ഇട്ടിട്ടാണ് വെക്കുന്നത്. അല്ലാണ്ട് അതിൽ പപ്പടം പോലെ ഉണങ്ങിയ വിറകൊക്കെ ഇട്ടിട്ട് പോച്ചാൽ കാര്യം നടക്കില്ല കേട്ടോ. അപ്പം ഞാൻ പുകപ്പുരയൊക്കെ അടച്ചു. താഴെ മേളിൽ ലോക്കുണ്ട്, ഇടയ്ക്ക് ഒരു കമ്പി ഇട്ട് ഒരു കൊളുത്തിട്ടൊരു ലോക്കും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ പുകയ്ക്കുന്നത്. ഇപ്പം ഇതിൻ്റെ അടിയിൽ കുറച്ച് കരികലകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് നമ്മളൊരു പേപ്പറിൽ തീ കത്തിച്ച് ഒന്ന് വെച്ച് കൊടുക്കണം. ആദ്യം കത്തിച്ചത് കത്തിയില്ല, ഒന്നുകൂടെ കത്തിച്ച് ഒന്ന് വെച്ച് കൊടുക്കും. എന്നിട്ട് കുറച്ച് ഒരു കരികിൽ ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ, തീ ഒന്ന് പയ്യെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തെടുക്കാറുള്ളത്. എന്നിട്ട് ഇതേ കുറച്ച് കരിയില ഒന്ന് തീ പിടിക്കാൻ വേണ്ടി മാത്രം കേട്ടോ, അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. തീ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി. ഇത്തവണത്തെ ആദ്യമായിട്ട് നമ്മൾ പുകയ്ക്കുന്നതായതുകൊണ്ട് ഇത്തിരി ഒരു താമസമുണ്ട് തീയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ചകിരി ഒന്ന് കമത്തി കൊടുക്കും കേട്ടോ. നമ്മൾ കൂടുതൽ ചകിരി ഇട്ടാൽ പുകയ്ക്കുന്നത്, കാരണം ഇനിയിപ്പോൾ തേങ്ങ അടിക്കാനുണ്ട്. അപ്പോൾ ഇത്ര നാൾ നമ്മൾ ഉപയോഗിച്ച ചകിരിയല്ല നമ്മളിങ്ങനെ ചാക്കിലാക്കി അടുക്കിയെടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ പൊട്ടിക്കാനുണ്ട്, തേങ്ങ ആട്ടിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അത് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചകിരിയും കൂടെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മളിത് അടച്ചു വയ്ക്കും. ഈ തീ ഇപ്പം തന്നെ കെട്ടുപോക്കോളൂ കേട്ടോ, എന്നിട്ട് പുകയായിട്ടാണ് നിൽക്കുകയുള്ളൂ. അപ്പോൾ അത്രയും ചകിരി നമുക്ക് ഇടാറുള്ളൂ. കാരണം തൊട്ടടുത്ത് പുതിയൊരു ബിൽഡിംഗ് വന്നിട്ടുണ്ട്. അവിടെ ഒരു ലാബും പിന്നെ ഒരു ഐസ്ക്രീമിൻ്റെ ഹോൾസെയിൽ കട, പിന്നെ ഒരു ഒരു ട്രെയിനിങ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ, തയ്യൽ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് സെൻറ്ററൊക്കെ ആയിട്ടാണ് ആ ഒരു ബിൽഡിങ്ങിൽ 2 നില അതിലുള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു രീതിയിൽ പുക. അപ്പോൾ ആദ്യത്തെ ഒരു ഇതിലാണ് കേട്ടോ, തീ കത്തിയേൻ്റെ ഒരു ഇതിലാണ് അങ്ങ് ഇത്രയൊരു പുക വന്നത്. ഇച്ചിരി കഴിയുമ്പോൾ വളരെ കുറച്ച് പുകയേ കാണുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റബ്ബർ ഷീറ്റ് പുകച്ചെടുക്കുന്നത്. ഇത് കണ്ടിട്ടില്ലാത്തവർക്കും അറിയില്ലാത്തവർക്കും പുതിയൊരു കാഴ്ചയായിരിക്കും. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.